നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാരറ്റിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ക്യാരറ്റ് ഒരു ഭക്ഷണ പദാർത്ഥം മാത്രമല്ല, ഔഷധം കൂടിയാണെന്ന് പലർക്കും അറിയില്ല. ജീവകം എയുടെ കലവറയാണ് ഇതിൻ്റെ ഭക്ഷ്യകത്വം. ക്രൂസിഫെറേ കുടുംബത്തിൽപ്പെടുന്ന ക്യാരറ്റിൻ്റെ ശാസ്ത്രീയ നാമം ഡോക്കസ് കരോട്ട എന്നാണ്. ഒരു കിഴങ്ങിൽ ഒരാൾക്ക് അനേക ദിവസത്തേക്ക് വേണ്ട ജീവകം എയാണ് അടങ്ങിയിരിക്കുന്നത്. മധ്യ ഏഷ്യയിൽ ഉത്ഭവിച്ച ഈ സസ്യം ഹിമാലയം, പഞ്ചാബ്, കാശ്മീർ തുടങ്ങിയ സ്ഥലങ്ങളിൽ കാട്ടുചെടിയായി കണ്ടിരുന്നു. ഇന്ന് ഇന്ത്യയിലുടനീളം ഇത് കൃഷി ചെയ്തു വരുന്നു. ശീതമേഖലയിലെ ഒരു പ്രധാന മലക്കറിയാണിത്. ഈ ദ്വിവാർഷിക സസ്യത്തിൻ്റെ തായ്വേരാണ് കിഴങ്ങായി രൂപപ്പെടുന്നത്. ഇതിന് ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറമായിരിക്കും. വീതി കുറഞ്ഞ ഇളം പച്ചനിറത്തോടു കൂടിയ തണ്ടോടുകൂടിയ ഇലകൾ ഭൂഖണ്ഡത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഇലകൾക്ക് വളരെ വീതി കുറവാണ്. ശാഖോപശാഖകളായി കാണുന്നു. ഏകദേശം മല്ലിയിലയുടേതുപോലെയുള്ള വിന്യാസമാണ് ഇലകൾക്ക്. ഭൂഖണ്ഡ മധ്യത്തിൽ നിന്നുയരുന്ന പൂക്കുലയിലായി ചെറിയ വെള്ള പൂവുകൾ വിരിയുന്നു. ഇതിൻ്റെ ചെറിയ തരി പോലുള്ള വിത്തുകൾ മുളപ്പിച്ചാണ് കൃഷി ചെയ്യുന്നത്. നിരവധി തരം വിദേശ ഇനങ്ങൾ ഇന്ന് ഇന്ത്യയിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. പൂസ കേസർ, N29, ബ്ലാക്ക്, ഓറഞ്ച്, ഗോൾഡൻ ഹാർട്ട് തുടങ്ങിയവയാണവ. മാർച്ച് മുതൽ നവംബർ വരെയാണ് ക്യാരറ്റിൻ്റെ പൂക്കാലം. ദിവസേന ഒരു ക്യാരറ്റ് കഴിക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കൂടാതെ ഇത് കൃമിശല്യവും അകറ്റുന്നു. നിരവധി ആയുർവേദ ഗുണങ്ങളുള്ള ക്യാരറ്റിൻ്റെ കൂടുതലായിട്ടുള്ള പ്രയോഗങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ക്യാരറ്റ് നമ്മൾ ആരും കഴിക്കാത്തില്ല. സലാഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് ഈ ക്യാരറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ വൈറ്റമിൻ എ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് കണ്ണിന് ഈ ക്യാരറ്റിനെ നെടുകെ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആകൃതി നോക്കിയാൽ നമ്മുടെ കണ്ണിലെ ഐറിസിൻ്റെ അതേ ആകൃതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഐറിസിനും ഈ ക്യാരറ്റിനും ഉണ്ടാകുന്ന ആ എനർജി ഒരേപോലെയാണ്, വൈബ്രേഷൻ എന്ന് പറയും. അതുകൊണ്ടാണ് ഈ ക്യാരറ്റ് പണ്ട് മുതലേ അങ്ങനെയാണ് ഈ ക്യാരറ്റിൻ്റെ ഉപയോഗം കണ്ടുപിടിച്ചതെന്ന് പറയാം. അപ്പോൾ ദിവസേന ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കാഴ്ചയ്ക്ക് വളരെയധികം ശക്തി കൂടും. അതുപോലെ ഈ നേത്രരോഗങ്ങൾ വരാതിരിക്കും. തിമിരം തടുക്കാൻ ദിവസേന ഒരു ഗ്ലാസ് ക്യാരറ്റ് കഴിക്കുക. കുട്ടികൾക്കും അതെ, കുട്ടികൾക്ക് ഇപ്പോൾ ഈ മിക്കവാറും TV ഒക്കെ കൂടി കണ്ട് കണ്ണ് ക്ഷീണിക്കും. അപ്പോൾ എപ്പോഴും കണ്ണട വയ്ക്കുക. അങ്ങനെയുള്ള കുട്ടികൾക്ക് ദിവസേന ഓരോ ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് കൊടുക്കാം. ഇത് നല്ല പോഷകമാണ്, കുട്ടികളുടെ വളർച്ചയ്ക്കും നല്ലതാണ്. ധാരാളം ന്യൂട്രീഷനും ചെല്ലും. ആ വൈറ്റമിൻ്റെ ധാരാളം ചെല്ലുക കാരണം കുട്ടിക്ക് നല്ല എനർജി ഉണ്ടായിരിക്കും. പിന്നെ ഈ കുടൽപ്പുണ്ണിനും അതെ ഈ ക്യാരറ്റ് നല്ലോണം കഴിക്കുക. ക്യാരറ്റ് ഒന്നിക്ക് വേവിച്ചിട്ടോ അല്ലെങ്കിൽ ക്യാരറ്റ് ഹലുവയാക്കി കൊടുക്കാം കുട്ടികൾക്ക്. വലിയ ആൾക്കാർക്കാണെങ്കിൽ ക്യാരറ്റ് ഉപ്പേരിയാക്കി കൊടുക്കാം. പൊതുവേ ഈ ക്യാരറ്റ് ശരീരത്തിന് ഓജസ് കൂട്ടും, എനർജി കൂട്ടും, കുട്ടികളുടെ വളർച്ചയ്ക്ക് നല്ലതാണ്, കണ്ണിന് അത്യുത്തമമാണ്. പിന്നെ ഈ ആസ്മ രോഗികൾക്ക് ഈ ക്യാരറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ശമനം ഉണ്ടാകും ദിവസേന. പിന്നെ ഈ ക്യാരറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രമേഹ രോഗികൾക്ക് ഈ ക്യാരറ്റ് കഴിച്ചാൽ കുഴപ്പമില്ല. കാരണം സ്വാഭാവികമാണ് ചില മധുരമുണ്ട്, ഇതിനൊരു മധുരമുണ്ട്. പക്ഷേ ഇതിന് മധുരം ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ മധുരം ഈ പെട്ടെന്ന് ശരീരത്തിൽ ലയിച്ച് ചേരുന്നതാണ്. അതുകൊണ്ട് ഈ പ്രമേഹ രോഗികൾക്ക് ക്യാരറ്റ് കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹം കൂടാറില്ല.